ഹലോ ഗായ്സ്, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് മോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഫിഷ് മോളിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള മീനാണിത്. അപ്പോൾ ഇവൻ്റെ നടുക്കഷ്ണം നോക്കിയിട്ട് 4 പീസ് നന്നായി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിഷിൻ്റെ പേരെല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ പേര് അറിയുന്നവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫിഷ് മോളിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കി നമ്മൾ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി വന്ന വെളിച്ചെണ്ണയ്ക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു 4 പച്ചമുളക് നടു കയറി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം സമയം കഴിഞ്ഞ് സവാളയിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റും കൂടി അടച്ചു വെക്കാം. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 2ാം പാലാണ് കേട്ടോ, 1ാം പാലല്ല. 1ാം പാൽ നമ്മൾ ലാസ്റ്റിലാണ് ആഡ് ചെയ്യേണ്ടത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ക്രഷ് ചെയ്ത കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ മീൻ ആഡ് ചെയ്യാവുന്നതാണ്. മീൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ചെയ്യുന്നത് പച്ചക്കാണ്. ഫ്രൈ ചെയ്തിട്ട് കൊടുത്താൽ അത്ര പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അത്രയേ ഉള്ളൂ. ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അതിനുശേഷം വട്ടത്തിലരിഞ്ഞ തക്കാളി അതിന് മേലെ നിരത്തി വെക്കാവുന്നതാണ്. ഇതാ ഈ രൂപത്തിലാണ് ഫിഷ് മോളിക്ക് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കരിവേപ്പിലും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 6 മിനിറ്റിന് ശേഷം നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ തീ ഓഫാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ചട്ടി ആയതുകൊണ്ട് ഒരുപാട് ടൈം ചൂട് അങ്ങനെ നിൽക്കും. ചെമ്പിലൊക്കെ വെക്കുന്ന ആൾക്കാർ ചെറിയൊരു തീ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചുറ്റിക്കാനേ പാടുള്ളൂ. സ്പൂണ് കരണ്ടിയൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല, മീൻ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഫിഷ് മോളി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തിളപ്പിക്കാൻ പാടില്ല, തിളപ്പിച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ മീനൊക്കെ പൊട്ടാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മക്കളെ സ്മെല്ലടിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 2 ദോശയാണ്. അതും കൂട്ടി ഞാൻ പിടിപിടിക്കട്ടെ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.